ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബ്ലെൻഡറിലുള്ള വിപോർട്ട് ഷെയ്ഡിംഗ് മോഡ്സ് ആണ്. നിങ്ങളൊരു കംപ്ലീറ്റ് ബ്ലെൻഡർ ബിഗിനർ ആണെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ട് വന്നിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ വ്യൂപോർട്ട് ഷെയ്ഡിംഗ് കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുകളിൽ ടോപ്പ് റൈറ്റ് പോകുമ്പോൾ ഇവിടെ വ്യൂപോർട്ട് ഷെയ്ഡിംഗ് എന്നുള്ളതെടുത്ത് ആദ്യമുള്ളത് വയർ ഫ്രെയിം മോഡാണ്. അതിൽ ഈ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് വയർ എങ്ങനെയാണ് അതിൻ്റെ ബോർഡറുള്ള വയർ ഫ്രെയിം ഒരു എക്സ്റേ പോലെ മോഡിൽ കാണാൻ പറ്റും. അടുത്തായിട്ട് സോളിഡ് മോഡ്, ഇതൊരു ഡീഫോൾട്ട് മോഡാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഉള്ളത് മെറ്റീരിയൽ പ്രിവ്യൂ, അതിനുശേഷമുള്ളതാണ് റെൻഡേർഡ് വ്യൂ. റെൻഡേർഡ് വ്യൂവിൽ ചെല്ലുമ്പോൾ ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഞാനിവിടെയുള്ള ലൈറ്റ് ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ട് ചെല്ലുമ്പോൾ നമുക്കതിൻ്റെ ഷെയ്ഡും ലൈറ്റ് ആൻഡ് ഷെയ്ഡ് പ്രോപ്പർട്ടീസ് മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഈ മെറ്റീരിയൽ പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ക്യൂബ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇസഡ് പ്രസ് ചെയ്താൽ ഇതിൻ്റെയൊക്കെ ഷോർട്ട് കട്ട്സ് ആണ് ഇസഡ്. ഈ വയർ ഫ്രെയിം മോഡിൽ മെറ്റീരിയൽ പ്രിവ്യൂവിലൊക്കെ പെട്ടെന്ന് സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട്കട്ടാണ് ഇസഡ്. ഞാനിവിടെ സോളിഡ് വ്യൂവിലേക്ക് പോയിട്ട് കീ റിലീസ് ചെയ്യുന്നു. അപ്പോൾ സോളിഡ് വ്യൂവിലാണ് ഇതിരിക്കുന്നത്. ഇനി ഞാൻ എൻ്റെ മെറ്റീരിയൽ ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിക്കാം. അതിനായിട്ട് ഈ ക്യൂബ് പ്രസ് ചെയ്തതിന് ശേഷം മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് വരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഡീഫോൾട്ട് മെറ്റീരിയൽ എന്ന് പേരുള്ള ഒരു ഡീഫോൾട്ട് മെറ്റീരിയൽ കാണാൻ പറ്റും. ഞാൻ എൻ്റെ പേര് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ റീനെയിം ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്തിട്ട് ബാക്ക് സ്പേസ് അടിക്കുന്നു. അവിടെ റെഡ് എന്ന് മെറ്റീരിയലിൻ്റെ പേര് കൊടുക്കുന്നു. അതിൻ്റെ ബേസ് കളർ റെഡായിട്ട് സ്ലൈഡ് ചെയ്ത് വയ്ക്കുന്നു. പക്ഷേ നമുക്ക് മെറ്റീരിയൽ മാറിയതായിട്ട് കാണാൻ പറ്റുന്നില്ല. അതിനായിട്ട് ഇസഡ് പ്രസ് ചെയ്തതിന് ശേഷം മെറ്റീരിയൽ പ്രിവ്യൂ മോഡിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ റെഡായിട്ട് മാറിയതായിട്ട് കാണാൻ പറ്റും. ഇനി ഞാൻ ഈ ക്യൂബ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. അത് ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്തതിന് ശേഷം വൈ ആക്സിസിൽ ഞാനിങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വയ്ക്കുന്നു. അതിൻ്റെ മെറ്റീരിയൽ ആക്ച്വലി റെഡായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ഈ റെഡ് എന്നുള്ളത് ഇവിടെ ഡിലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം പുതിയൊരു മെറ്റീരിയൽ അസൈൻ ചെയ്യുന്നു. അതിൻ്റെ പേര് ഗ്രീൻ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ബേസ് കളർ ഗ്രീനായിട്ട് തന്നെ കൊടുക്കുന്നു. ഇപ്പോൾ 2 ക്യൂബുണ്ട്, 2 മെറ്റീരിയലും ഉണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റെൻഡേർഡ് മോഡിൽ നോക്കാം. റെൻഡേർഡ് മോഡിൽ ആക്ച്വലി ഇങ്ങനെയാണ് കാണുന്നത്. ഇതിന് എനിക്കൊരു ഇമേജായിട്ട് റെൻഡർ ചെയ്ത് കാണിക്കണം. അതിനായിട്ട് ഈ ക്യാമറയിൽ കൂടെ നമുക്ക് റെൻഡറിങ് നടക്കുന്നുള്ളൂ. ഈ ക്യാമറ സെലക്ട് ചെയ്തിട്ടാണ് ആക്ച്വലി ക്യാമറ വ്യൂയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആക്ഷൻ ഗ്രേവ് കീ ഞെക്കിയതിന് ശേഷം വ്യൂ ക്യാമറയിലേക്ക് പോകാം. അല്ലെങ്കിൽ 0 പ്രസ് ചെയ്താൽ അത് ഈസിയായിട്ട് ടോഗിൾ ചെയ്യാൻ പറ്റും. വ്യൂ ക്യാമറയിലേക്ക് പോയ ശേഷം ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ കീ പ്രസ് ചെയ്യുന്നു. ഓൾറെഡി ക്യാമറ സെലക്റ്റഡ് ആണ്. അതിനുശേഷം വ്യൂവിലേക്ക് പോകുന്നു. അതിനുശേഷം ഈ ക്യാമറ ടു വ്യൂ എന്നുള്ളത് ടിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ജി പ്രസ് ചെയ്തതിന് ശേഷം ക്യാമറ ഒന്ന് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതിനുശേഷം വീണ്ടും ഇത് അൺടിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ ക്യാമറ ലോക്ക്ഡ് ആണ്. റെൻഡേർഡ് വ്യൂവിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഗ്രേ ആയിട്ടാണ് കാണുന്നത്. നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്ലൂ കളറിൽ കാണണം. അതിനായിട്ട് വേൾഡ് പ്രോപ്പർട്ടീസിൽ പോവുക. അതിനുശേഷം ഈ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളിടത്ത് താഴെ കളർ എന്നുള്ളിടത്ത് ഞാനൊന്ന് ലൈറ്റ് ആക്കുന്നു. ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് പോകുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാറിയതായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതൊന്ന് റെൻഡർ ചെയ്യാം. അതിനായിട്ട് റെൻഡറിൽ പോയിട്ട് റെൻഡർ ഇമേജ് ചെയ്ത് റെൻഡർ ആവുന്നതായിരിക്കും. അതിന് മുന്നേ റെൻഡർ പ്രോപ്പർട്ടീസിൽ വരിക. ഇവിടെ നിങ്ങൾ EV ആണെന്ന് ഉറപ്പ് വരുത്തുക. വർക്ക് ബെഞ്ചും സൈക്കിൾസും ഒക്കെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. ഞാൻ EVയിൽ സെലക്ട് ചെയ്തതിന് ശേഷം റെൻഡർ പ്രസ് ചെയ്യുന്നു. റെൻഡർ ഇമേജ് കൊടുക്കുന്നു. അപ്പോൾ ആക്ച്വലി ഒരു ഇമേജ് റെൻഡറായിട്ട് വന്നിട്ട് കാണാൻ പറ്റും. ഇമേജ് സേവ് ചെയ്യാനായിട്ട് ഇമേജ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പേര് കൊടുക്കുക. ഇവിടെ ഞാനൊരു റെഡ് ക്യൂബ് എന്നാണ് പേര് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു PNG ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ JPEG ആയിട്ടോ നമുക്ക് ആവശ്യമുള്ള ഫോർമാറ്റിൽ സേവ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. കണ്ടന്റ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.